റെഡി നോക്കണം ഷീലയുടെ വരെ ഷീല വരച്ചിട്ടുള്ള ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ജീവചരിത്ര ചിത്രമാണ് സണ്ണി എം കവിക്കാട് നമ്മുടെ ചെയർമാൻ സമർപ്പിച്ചിട്ടുള്ളത്. അതാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തി കാണിച്ച് കൊണ്ടിരിക്കുന്നത്. ജയ് ഭീം, ജയ് ഭീം, ജയ് ഭീം. അഭിമാനത്തിൻ്റെ വലിയ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇസ്രായേലിൽ നമ്മുടെ കുടുംബാംഗവും നമ്മുടെ ഒരു അഭിമാന കഥാപാത്രവും കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ദളിത് സമുദായ മുന്നണി ഒരു സംഘടന എന്നതിനപ്പുറം സമുദായത്തിൻ്റെ സർഗശേഷിയെ കെട്ടഴിച്ചു വിടുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നാണ് ഈ ചിത്രം നമ്മളോട് പറയുന്നത്. ശേഷിയും പ്രാപ്തിയുമുള്ള പുതിയ തലമുറ ഇങ്ങോട്ടടുത്തുകൊണ്ടേയിരിക്കുന്നു. ഷൈജു വാടാനപ്പള്ളി തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനും നേതാവുമാണ്. അദ്ദേഹം പഠിക്കുന്നത് തൃശ്ശൂർ ഫൈനാൻസ് കോളേജിലാണ്. അവിടെ ഞാൻ ക്ഷണിക്കപ്പെടുകയും അവിടെ പോവുകയും വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുൻകൈ എടുത്തത് ഇദ്ദേഹം. അങ്ങനെ പണ്ട് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ മറച്ചു വെക്കുകയല്ല, വെട്ടി തുറന്ന് പറയാനും അഭിമാനപൂർവ്വം ആൾക്കാരെ സ്വന്തം കലാലയത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരാനും പ്രാപ്തിയുള്ള ഒരു പുതിയ തലമുറ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതായി കാണണം. ഇതിനുശേഷം ഇവിടെ നൃത്ത രൂപങ്ങൾ അവതരിപ്പിക്കുന്നു. സജ്ജാകുമാരിയാണ് അതിൻ്റെ മുൻകൈ എടുക്കുന്നത്. സജ്ജാകുമാരി KM സാബുവിൻ്റെ മോളാണ്. കഴിഞ്ഞ 30 വർഷമായി കേരളത്തിലെ ദളിത് സമുദായത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊടുപുഴ സ്വദേശി ഇടുക്കി ജില്ലയിലെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാവും സെക്രട്ടേറിയറ്റ് അംഗവുമായ സാബുവിൻ്റെ മോളാണ്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂർ, അവിടെയാണ് അദ്ദേഹം ഡിഗ്രിക്ക് പഠിച്ചത്. അവിടെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം അവിടുത്തെ വൈസ് ചെയർപേഴ്സണായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിലാണ് പഠിക്കുന്നത്. മാത്തമാറ്റിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭമതിയായ ഡാൻസേഴ്സിൽ ഒരാളാണ് സജ്ജകുമാരി എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. ഇന്നലെ പുറത്തു വന്ന വാർത്ത, യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട നൃത്ത മത്സരങ്ങളിൽ 1ാം സമ്മാനാർഹയായി യൂണിവേഴ്സിറ്റി മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭയാണ് സജ്ജകുമാരി. അങ്ങനെ നമ്മളുടെ പുതിയ തലമുറ ദളിത് സമുദായ മുന്നണി ചെന്ന് വീട്ടിൽ ചെന്ന് റിക്രൂട്ട് ചെയ്തവരല്ല ഇവരാരും. അത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറിന്റെ ദർശനങ്ങളും സമുദായ സങ്കല്പവും നമ്മൾ ആത്മസഹോദരങ്ങളാണെന്നുള്ള തുറന്ന പ്രഖ്യാപനവുമാണ് ഈ സർവശേഷിയുള്ള കുട്ടികളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. നമ്മളിൽ കൂടുതൽ മുതിർന്നവരിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. പെൺകുട്ടികൾ വീട്ടിലിരിക്കേണ്ടവരാണെന്ന് പറയുന്ന തലമുറയുടെ പഴയ തലമുറയുടെ കാലം അസ്തമിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ ഈ തെരുവോരങ്ങൾ പിടിച്ചെടുക്കുന്ന കേരളത്തിന്റെ ഭരണാധികാരികളായി മാറുന്ന, കേരളത്തിലെ കലാപ്രതിഭകളായി മാറുന്ന പുതിയ കാലമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ നമ്മളെ അങ്ങോട്ടാണ് ക്ഷണിക്കുന്നത്. ധൈര്യപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവർ നാളെ ഡോക്ടർ BR അംബേദ്കറുടെ മൈത്രിയുടെ പതാകവാഹകരാകേണ്ട പുതിയ തലമുറയാണെന്ന ഉത്തമ ബോധ്യത്തിൽ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ജയിക്കും. ഷീല 2 വാക്ക് സംസാരിക്കും. ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നോട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. പിന്നെ ഇത് വരച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. പിന്നെ സണ്ണി സാറിനും എൻ്റെ ചിത്രം ഏറ്റുവാങ്ങാൻ വേണ്ടി വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.